5 വിരലും വേണം, 5 വിരല്. കൊടുക്കുള്ളൂ. ഇത് വളരെ പഴമയായിട്ടുള്ള ഒരു ചടങ്ങാണ്. ഇതിൻ്റെ ശരിക്കുള്ള വർഷങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള കാലം പോലും ഉള്ളതുകൊണ്ട് ചുരുങ്ങിയത് 100-150 വർഷങ്ങൾ മുമ്പ് മുതൽ ഇത് ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരുടെയും വിശ്വാസം. ഇതിൻ്റെ പുറകിലുള്ള മുഴുവൻ ഐതിഹ്യം എനിക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും കുറച്ച് അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ പോർ വീരന്മാരായിട്ടാണ് പല്ലശ്ശനയിലുള്ള നമ്മുടെ സമുദായ ആൾക്കാരെ അന്ന് കണ്ടിരിക്കുന്നത്. അവരും അവരുടെ കൂടെ വേട്ടക്കരവനും കൂടി ഒരുമിച്ച് ചെന്ന് പണ്ട് ഒരു യുദ്ധത്തിൽ ചെന്ന് ഇറങ്ങിയതിൻ്റെയും അതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ടാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തുന്നതായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതല്ലാതെ വേറെ പല ഐതിഹ്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. പക്ഷേ പൊതുവെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. വേട്ടക്കരമനും 99 നായന്മാരും എന്നുള്ളത് പണ്ടുപോലെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഔട്ടത്തലിനെ ഞങ്ങൾ പല്ലശ്ശനയിൽ ഇന്നും നടത്തിക്കൊണ്ടുവരുന്നത്. ഓണത്തിൽ வந்து പ്രത്യേകം ഇവിടുത്തെ വരാറുണ്ട്. അതെന്താ വെച്ചാൽ ഞങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റില്ല. ഞങ്ങളുടെ രക്തത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നത് ഈ ആചാരങ്ങൾ. ഞങ്ങളത് തുറന്നുകൊണ്ടേയിരിക്കും. വേദന എന്ന് പറഞ്ഞാൽ തൽക്കാല വേദന ഉണ്ടാകും. പക്ഷെ നമ്മൾ നിഷ്പ്രഭം മറന്നു പോകും. അതിന് ആസ്വാദനം അതാണ്. ഇതേ പുള്ളിയായിട്ട് ഞാൻ നേരത്തെയും തല്ലിയവനാണ്. മുഖത്തിലെ ഈ കയ്യിൽ 5 വിരലുണ്ടല്ലോ, ഈ 5 വിരലിൽ എൻ്റെ തൊലി പോയിട്ടുണ്ട്. 10-15 വർഷം മുമ്പാണ് ഞാൻ പുള്ളിയായിട്ട് തല്ലിയത്. ഞാൻ ഗൾഫിലും പോയി പുള്ളിയോടെയായി. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് തമ്മിൽ തല്ലാൻ ആഗ്രഹമുണ്ടായി. എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര ആഞ്ഞ് കിട്ടുന്നോ അത്രയൊരു സുഖമാണ്. ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു അർപ്പണം അത്ര തന്നെ.